തമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം ഭജമ്യം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം ബോധാനന്തം ച കല്യാണം ലാനന്തമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. തന്ത്രാഗമങ്ങളെന്നാണ് വിഷയം വച്ചിരിക്കുന്നത്. തന്ത്രം, ആഗമം. പദത്തിന്റെ അർത്ഥവും വ്യാപ്തിയും, തന്ത്രാർത്ഥ സാധന, ഇങ്ങനെ പല ഭാഗങ്ങൾ ഇതിലുണ്ട്. ഈ ഒരു ക്യാമ്പ് കൊണ്ടൊന്നും എല്ലാം പറഞ്ഞു തരാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമില്ല. അർത്ഥവും വ്യാപ്തിയും തന്നെ തീരുമോ എന്ന് എനിക്കറിയില്ല. പരമാവധി പറഞ്ഞു തരാൻ ശ്രമിക്കാം. അതുകൊണ്ട് പരമാവധി വൈകുന്നേരമുള്ള പ്രശ്നോത്തര ഭാഗവും ഈ വിഷയത്തിൽ ഒതുങ്ങി നിന്നാൽ നന്നായിരിക്കുമെന്ന അഭിപ്രായം. പലപ്പോഴും സംവാദവേളകളിൽ മറ്റു വിഷയങ്ങളെക്കുറിച്ചറിയാൻ താല്പര്യമുണ്ടാകുമ്പോൾ ഇതിൻ്റെ ഏകാഗ്രതയും പോകും. അതുകൊണ്ട് ആ വഴിയിലായാൽ ഉത്തമമാണ്. നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. തന്ത്രമെന്ന ശബ്ദത്തിന് സിദ്ധാന്തം എന്നർത്ഥമുണ്ട്, ശ്രുതിശാഖ എന്നർത്ഥമുണ്ട്, വേദശാഖ. ഇതികർത്തവ്യത എന്നർത്ഥമുണ്ട്, കർമ്മനിഷ്ഠ. പ്രബന്ധം എന്നർത്ഥമുണ്ട്, രചന. പ്രബന്ധം എന്ന് പറഞ്ഞാൽ രചന. ശാസ്ത്രവിശേഷം എന്നും അർത്ഥമുണ്ട്. ഇതെല്ലാം നിഘണ്ടുവിലെ അർത്ഥമാണ്. ഭരണത്തെയും തന്ത്രം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. പ്രജാതന്ത്രം, രാജ്യതന്ത്രം. അത് കാളിദാസനൊക്കെ അങ്ങനെ പ്രയോഗിച്ചിട്ടുമുണ്ട്. അഭിജ്ഞാന ശാകുന്തളത്തിൽ പ്രജാതന്ത്രൈവ എന്ന് പറഞ്ഞിട്ടുണ്ട്. തൈത്തരീയ ബ്രാഹ്മണവും ഈ അർത്ഥത്തിൽ പ്രയോഗിച്ച് കാണുന്നുണ്ട്. തന്ത്രമെന്ന് തുണിയുണ്ടാക്കുന്ന ഉപകരണത്തിന് പറയാറുണ്ട്. തന്ത്രിക എന്ന് അഷ്ടാധ്യായിയും സൂചിപ്പിക്കുന്നുണ്ട്. തറിയിൽ നിന്ന് വരുന്ന തുണിക്ക്, തറിയിൽ നിന്ന് നെയ്തെടുക്കുന്ന തുണിക്ക് തന്ത്രിക എന്ന് പ്രയോഗമുണ്ട്. തന്ത്രി നൂലിന് പറയാറുണ്ട്. ശതപഥ ബ്രാഹ്മണവും താണ്ഡ്യബ്രാഹ്മണവും ഒന്നിന്റെ സത്തയുടെ മുഖ്യാംശത്തെ തന്ത്രമെന്ന് വിളിക്കുന്നുണ്ട്. ഏതിൻ്റെയും സത്ത, അതിനെയാണ്, അതായത് മുഖ്യാംശം. ഏതൊന്നാണോ അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ കാരണം, അതിനെ തന്ത്രമെന്ന് വിളിക്കുന്നുണ്ട്. ഒരു പക്ഷേ താണ്ഡ്യബ്രാഹ്മണത്തിൻ്റെയും ശതപഥ ബ്രാഹ്മണത്തിൻ്റെയും കാലത്ത് ശാസ്ത്രസാരത്തെ തന്ത്രമെന്ന് കരുതിയിട്ടുണ്ടാവണം. ചിന്താപദ്ധതിയെയും തന്ത്രമെന്ന് വിളിക്കാറുണ്ട്. നിയമസംഹിതയെ തന്ത്രമെന്ന് വിളിക്കാറുണ്ട്. കാരണം കാത്യായനം, യാജ്ഞവൽക്യം മുതലായ തന്ത്രങ്ങൾ നിയമസംഹിതകളാണ്.
മാനവതന്ത്രവും നിയമസംഹിതയാണ് മനുവിൽ നിന്നുണ്ടായത്. കാരണം ആ കാലങ്ങളിൽ നിയമത്തിനും തന്ത്രമെന്ന് പ്രസിദ്ധിയുണ്ട്. സാഖ്യം, യോഗം മുതലായവയെയും തന്ത്രമെന്ന് വിളിച്ചു പോന്നിട്ടുണ്ട്. കപിലസ്യ തന്ത്രം, അതാണ് സാഖ്യം. ശങ്കരൻ തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ആദിശങ്കരൻ. ദി കപിലസ്യ തന്ത്ര, കപിലന്റെ തന്ത്രം. മീമാംസാ ശാസ്ത്രത്തെ തന്ത്രമെന്ന് ഭാസ്കരരായൻ വിളിക്കുന്നുണ്ട്. ഒരുപക്ഷെ തന്ത്രാഗമങ്ങളുടെ ലോകത്ത് ഏറ്റവും അധികം സംഭാവനകൾ ചെയ്തിട്ടുള്ള പേരാണ് ഭാസ്കരരായന്റെ. കാശ്മീരി തന്ത്രത്തിൽ വലിയൊരു കാരിക തന്നെ അദ്ദേഹത്തിൻ്റെ. നമുക്ക് സമയം കിട്ടുമെങ്കിൽ നോക്കാം. തന്ത്രത്തെ തത്വസമാഹാരമായും അനുഷ്ഠാനമായും അനുഭൂതിയായും അതീന്ദ്രിയ അനുഭവങ്ങളായും ഇന്ദ്രജാലം, മഹേന്ദ്രജാലം മുതലായ മാജിക്കായും പറയുന്നുണ്ട്. ഇതിലേതിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടി വരിക? ഇതെല്ലാം തന്ത്രങ്ങളാണ്. നിയമസംഹിതകൾ തന്ത്രങ്ങളാണ്. ന്യായവൈശേഷിക സാഖ്യാദികളൊക്കെ തന്ത്ര ഭാഗത്തിൽപ്പെട്ടതാണ്. ശ്രുതിനിഷ്ഠങ്ങളായ കൽപ്പസൂത്രങ്ങളെയും ധർമ്മസൂത്രങ്ങളെയും ഒക്കെ തന്ത്രമെന്ന് വിളിക്കാറുണ്ട്. ഇനി നമുക്ക് ആ വാക്കിൻ്റെ അർത്ഥവ്യാപ്തിയിലേക്ക് മെല്ലെ ഒന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് പഠിക്കേണ്ടതിനെ തീരുമാനിക്കാം. തന് എന്നാൽ വ്യാപിക്കുക എന്നർത്ഥമുണ്ട്. തന്യതേ വിസ്താര്യതേ ജ്ഞാനം അനേന ഇതി തന്ത്ര. ഒരു ഭാഷയിലുണ്ടാകുന്ന ശബ്ദത്തിന് ആ ഭാഷയിൽ വ്യുൽപ്പത്തി ഉണ്ടാവും. അതിൻ്റെ ധാതു ആ ഭാഷയിലുണ്ടാവും. പ്രാചീന ഭാഷകൾക്കെല്ലാം ധാതു റൂട്ട്. ഭാഷാശാസ്ത്രത്തെക്കുറിച്ചുള്ള പാശ്ചാത്യൻ്റെ പഠനവും ഭാരതീയൻ്റെ പഠനവുമെല്ലാം ഇവിടെ വേറിട്ടാണ്. മനുഷ്യന് അറിവില്ലായിരുന്നു എന്ന ആദിമ സങ്കല്പത്തിൽ നിന്നാണ് ശാസ്ത്രം, സാങ്കേതിക വിദ്യ, ഭാഷ ഇവയുടെ വളർച്ചയെയെല്ലാം ആധുനികൻ പഠിച്ചത്. അഹങ്കാരാധിഷ്ഠിതമായ ഒരു പഠനം ഞാനും എൻ്റെ കാലഘട്ടവും അറിവുള്ളതാണെന്നും എനിക്ക് മുമ്പുള്ളവരെല്ലാം അറിവില്ലാത്തവരാണെന്നുമുള്ള ഒരു അഹന്തയിൽ നിന്നാണ് പാശ്ചാത്യ പഠിപ്പിൻ്റെ എല്ലാ ഭാവങ്ങളും ഉണ്ടാകുന്നത്. അതിൻ്റെ അഹങ്കാരത്തിൻ്റെ വൈകല്യമാണ് എക്കാലവും പാശ്ചാത്യ വിജ്ഞാനം അനുഭവിച്ചു പോരുന്ന ഭീകരതയും വക്കാണവും വഴക്കും. അതിൻ്റെ എതിർപ്പുകളാണ് ഓരോ വ്യക്തിയിലും അറിവ് എന്ന പേരിൽ നിലനിൽക്കുന്നത്. അറിവ് ഏകമാണെന്നും അത് ഏറ്റവും പ്രാചീനമാണെന്നും ഉള്ള സംജ്ഞയിൽ അധിഷ്ഠിതമാണ് ഭാരതീയ വിജ്ഞാനം. മറുപുറം ഭാരതത്തിൽ രൂപപ്പെട്ടില്ല എന്നതിനർത്ഥമില്ല. മറുപുറവും
ഭാരതീയർ പഠിച്ചു പോന്നിട്ടുണ്ട്. ഭാരതത്തിന്റെ വിജ്ഞാനശാഖ ഈ രണ്ട് തലങ്ങളിലുള്ള മത്സരങ്ങളിലൂടെയാണ് വളർന്നിട്ടുള്ളത്. അതുകൊണ്ട് പാരമ്പര്യ വിജ്ഞാനം എന്നും അഹങ്കാരജന്യമായ അറിവില്ലായ്മയെ, അജ്ഞാനത്തെ പൂർവപക്ഷമാക്കിയിട്ടുണ്ട്. വിഷയനിഷ്ഠമായ എല്ലാ അറിവും ഭാരതീയ വൈജ്ഞാനിക ശാഖയിൽ അറിവിന്റെ പൂർവപക്ഷമാണ്. അതിനെ നിഷേധിച്ചും ചോദ്യം ചെയ്തുമാണ് ഭാരതീയർ ആന്തരികമായ അറിവും അനുഭവവും നേടിപ്പോന്നിട്ടുള്ളത്. ആ ഒരു തലത്തിൽ എല്ലാ ശബ്ദത്തിനും ധാതു നിർദ്ദിഷ്ടമായ അർത്ഥമുണ്ട്. ഈ വഴിയിൽ വ്യാഖ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യണമെങ്കിൽ ഭാഷാശാസ്ത്രത്തിന്റെ അകപ്പൊരുൾ അനിവാര്യമാണ്. അവിടെയാണ് ശങ്കരന്റെ പഠനങ്ങൾ, ഭാസ്കരരായന്റെ പഠനങ്ങൾ, വൈദികരുടെ വ്യാഖ്യാന പാടവങ്ങൾ ഒക്കെ ആധുനികരുടെ സുഖപോലെ കൽപ്പിതങ്ങളായ അറിവുകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു. വ്യാകരണ പ്രതിബദ്ധതയുള്ള ശബ്ദാർത്ഥ വിചാരത്തിലൂടെ തർക്കമറ്റു പഠിക്കുന്ന ഭാരതീയ രീതി ഇന്ന് ഏതാണ്ട് അസ്തപ്രായത്തിലാണ്. അറിവില്ലാത്തവന് കേറിമേയാൻ പറ്റാത്ത ഒരു മേഖലയായി ഭാരതീയ അറിവിന്റെ രംഗവേദികൾ നിലനിന്നത് ഈ ഒരു രീതിവിധാനം കൊണ്ടാണ്. പാശ്ചാത്യ രീതിയുടെ ഏറ്റവും വലിയ മെച്ചമായി ഉദ്ഘോഷിക്കാവുന്നത് ഏതറിവില്ലാത്തവനും എന്തിലും കയറി മേയാം എന്നുള്ളതാണ്. അനുഭവവും ആനന്ദവും ഇല്ലാതെ ആടോപങ്ങൾ കൊണ്ട് കാര്യം സാധിക്കാവുന്ന ഒരു രീതിവിധാനവും പറ്റിച്ച് ജീവിക്കുവാൻ പറ്റുന്നതുമാണ് അതിൻ്റെ എല്ലാ രംഗങ്ങളും. അതാകട്ടെ വിനയവും സൗശീല്യവും നമുക്ക് തരുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യവും. അറിവില്ലായ്മയുടെ അഹങ്കാരത്തിൽ പിടിവാശികൾക്ക് കൂടുതൽ സ്ഥാനം ലഭിക്കുന്നു എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ്. ഭാരതീയ ആചാര്യന്മാർ ഈ വഴിയെ പ്രോത്സാഹിപ്പിച്ചില്ല എന്നുള്ളതാണ് അവരോട് എനിക്കും നിങ്ങൾക്കുമുള്ള ഏറ്റവും വലിയ വെറുപ്പിന്റെ കാര്യമെന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇത്രയും മതി ആമുഖമെന്ന് വിചാരിക്കുന്നു. കാര്യം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. സിട്രു കാര്യം ഏതാണ്ട് പിടികിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. തന് എന്നാൽ വ്യാപിക്കുക, തന്യതേ വിസ്താര്യതേ ജ്ഞാനമനേന ഇതി തന്ത്ര എന്ന് പറഞ്ഞാൽ ജ്ഞാനം ഏതുകൊണ്ട് വർദ്ധിക്കുമോ അതാണ് തന്ത്രം. ആ അർത്ഥത്തിൽ ഏത് ജ്ഞാനശാഖയെയും തന്ത്രമെന്ന് വിളിക്കാം. സാഖ്യം, ന്യായം, വൈശേഷികം എല്ലാം തന്ത്രമാണ്. കപിലതന്ത്രം, ഗൗതമതന്ത്രം, ദർശന വിഭാഗങ്ങളെല്ലാം തന്ത്രമാണ്. തന്ത്രത്തിന്റെ അതേ ധാതുവിൽ നിന്ന് ശാസ്ത്രമെന്നും തത്വമെന്നും മന്ത്രമെന്നും പറയും. തന്ത്രത്തിന് ഹ്രസ്വീകരണമെന്ന്
ഒരർത്ഥം VP ശാസ്ത്രി പറഞ്ഞിട്ടുണ്ട്. എവിടെ നിന്നാണെന്ന് നിശ്ചയം പോരാ. പഴയ ആളുകളായതുകൊണ്ട് ഏതെങ്കിലും പ്രമാണമില്ലാതെ ഉദ്ധരിക്കില്ല. അതുകൊണ്ട് അദ്ദേഹം അങ്ങനെയും പ്രയോഗിച്ച് കാണുന്നുണ്ട്. ഹ്രസ്വീകരണം, അതായത് എനിക്ക് തോന്നുന്നത് അഥർവവേദത്തിൻ്റെ ഒരു പരിശിഷ്ടത്തിൽ നിന്നായിരിക്കാം അർത്ഥം കണ്ടെത്തിയിട്ടുള്ളത്. ബീജഗണിത രീതിയിൽ സൂത്രരൂപത്തിൽ പറയുന്നതിന് തന്ത്രം എന്നർത്ഥം പറയാം. ശുൽബസൂത്രങ്ങളൊക്കെ ആ നിലയിൽ വളർന്നിട്ടുള്ളതാണ്. ബീജഗണിത രീതിയ പറയുക. യോഗസാധന കൊണ്ട് ശരീരത്തെ സംരക്ഷിക്കുന്നതും തന്ത്രമാണ്. കടുത്ത യോഗസാധനകൾ അനുഷ്ഠിച്ച് തൻ്റെ ശരീരത്തെ നന്നായി സംരക്ഷിക്കുന്ന രീതിക്കും തന്ത്രം എന്ന് പറയാം. തന്ത്രശബ്ദം അവിടെ തന് ശരീരം എന്ന ധാതുവിൽ നിന്നാണ് വരുന്നത്. അവിടെ ത്രയീ എന്നാൽ രക്ഷിക്കുക. തന്ത്രം തന് ത്രായതേ ഇതി തന്ത്ര, അങ്ങനെ പിരിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. തനുവിനെ രക്ഷിക്കുന്നത് തന്ത്രം. സ്ഥൂലവും സൂക്ഷ്മവും കാരണവുമെന്ന് മൂന്നാണ് ശരീരം. സ്ഥൂല ശരീരത്തെ രക്ഷിച്ചതുകൊണ്ട് ശരീരം രക്ഷിക്കപ്പെടില്ല. സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരത്തിലാണിരിക്കുന്നത്. സൂക്ഷ്മ ശരീരം ശാബ്ദിക ശരീരമെന്നും ശാബ്ദിക ശരീരം ഭാവശരീരമെന്നും അഭാവശരീരമെന്നും ഭാവാഭാവ ശരീരമെന്നും മൂന്നായി തിരിക്കും. ശാബ്ദിക ശരീരം ബാഹ്യമെന്നും ആഭ്യന്തരമെന്നും രണ്ടായി തിരിക്കും. പോയാൽ മനസ്സിലാവുമോ? ഇങ്ങനെ പോയാൽ മനസ്സിലാവുമോ? ഇങ്ങനെ പോയാൽ മനസ്സിലാവുമോ? മനസ്സിലാവുന്നുണ്ട്? എവിടെയെങ്കിലും വിശദീകരണം വേണമെങ്കിൽ ചോദിച്ചോളൂ. എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ഭാവ പ്രത്യയങ്ങളെന്ന് കുറേ എണ്ണമുണ്ട്. അഭാവ പ്രത്യയങ്ങളെന്ന് കുറേ എണ്ണമുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ബോധത്തിലേക്ക് എത്താത്തവ അഭാവ പ്രത്യയങ്ങളാണ്. ഇപ്പോൾ നിങ്ങളുടെ ബോധത്തിലിരിക്കുന്നവ ഭാവപ്രത്യയങ്ങളാണ്. ബോധത്തിലിരിക്കുന്ന ഈ സങ്കല്പനങ്ങളും കാമനകളുമാണ് നിങ്ങളുടെ സ്ഥൂല ശരീരമായി നാളെ രൂപാന്തരപ്പെടുന്നത്. ഇന്ന് നിങ്ങൾ നേടിയിരിക്കുന്ന ഈ ശരീരം ഇന്നലെ നിങ്ങളുടെ പിതാവോ പിതാമഹനോ അമ്മയോ അല്ല അച്ഛനോ അമ്മയോ അമ്മൂമ്മയോ സങ്കല്പിച്ചതാണ്. അപ്പോൾ സങ്കല്പങ്ങള് ഭാവതലങ്ങളും
സങ്കല്പങ്ങൾ രൂപാന്തരപ്പെടുന്നതിന് കാരണമായ നിശബ്ദത അഭാവതലങ്ങളുമാണ്. ഇങ്ങനൊരു ശാബ്ദിക പ്രപഞ്ചം വ്യക്തി ബാഹ്യമായി കേട്ടും ആന്തരികമായി പറഞ്ഞുമുണ്ടാക്കുന്നു. അന്യരോട് പറഞ്ഞുണ്ടാക്കുന്നത് ആന്തരികമായി വരുന്നവയാണ്. അന്യരിൽ നിന്നെല്ലാം കേൾക്കുന്നത് ബാഹ്യമായി വരുന്നവയാണ്. അവയിൽ അധിഷ്ഠിതങ്ങളായിരിക്കുന്ന ബോധസീമകളെ, ദേവതകളെ തിരിച്ചറിയാതെ സ്വീകരിക്കുകയും താലോലിക്കുകയും ആരാധിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നതിലൂടെ എതിർത്തും അനുകൂലിച്ചും ആ ലോകങ്ങൾ സംജാതമാകുന്നു എന്നാണ് പറഞ്ഞതിനർത്ഥം. എതിർത്താലും ഇവയൊന്നും പോവില്ലെന്നാണ് ഭാരതീയ വിജ്ഞാനം. എതിർക്കുമ്പോൾ അവ രൂഢമൂലമാകും. നിങ്ങളുടെ ലോകത്ത് അഴിമതി, അക്രമം, അസത്യം ഇവയൊക്കെ നഖശിഖാന്തം എതിർത്തിട്ടുള്ളവരെല്ലാം ഒരിക്കൽ അതിനകത്ത് ചെന്ന് വീണിട്ടുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. എതിർക്കാൻ തുടങ്ങുമ്പോൾ അവരങ്ങനെ ആയിരുന്നില്ല. എതിർക്കുമ്പോഴും അവരങ്ങനെ ആയിരുന്നില്ല. എതിർത്തെതിർത്ത് ചെന്ന് വീഴുമ്പോൾ അങ്ങനെ ആയിത്തീരുകയാണ്. ഞാൻ ഒരു ഉദാഹരണവും പറയുന്നില്ല. ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഇഷ്ടം പോലെ ഇരിക്കുമ്പോൾ, നിങ്ങളും ഞാനും തന്നെ പലതിനും ഉദാഹരണങ്ങളായിരിക്കുമ്പോൾ എന്തിനാണ് വേറെ ഉദാഹരണങ്ങൾ പുറത്തു തേടി നേരം കളയുന്നത്? അവനവൻ്റെ ജീവിതാനുഭവങ്ങൾ എടുത്തു നോക്കി നമ്മൾ പോയ പാത എന്തിനെയെല്ലാം നമ്മൾ അതിശക്തമായി എതിർത്തിട്ടുണ്ടോ അതെല്ലാമായി ഒരിക്കൽ നമുക്ക് ജീവിക്കേണ്ടി വന്നിട്ടില്ലേ എന്ന് നോക്കിക്കണ്ടാൽ പിന്നെ നമ്മൾ ആരെയെങ്കിലും കുറ്റം പറയേണ്ടതില്ല എന്നാണ്. Am I right? അവിടെ എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാകാവുന്നത് ഞാൻ പറഞ്ഞ ഈ വഴിയാണെന്ന് തോന്നുന്നു. Is it true? നടക്കേണ്ടതും പൂർവസങ്കല്പമുള്ളതും മാത്രമേ നടക്കൂ. അല്ലാതൊന്നും നടക്കും. അജ്ഞനായ മനുഷ്യൻ അവൻ്റെ കഴിവുകൊണ്ട് അവയെ തടയാം എന്ന് വിചാരിക്കുന്നുവെങ്കിൽ നിശബ്ദമായ തപസ്സാണ് അനിവാര്യം. തപസ്സിനുള്ള അറിവിനെ ലോകത്തിന് കൊടുക്കുകയും ലോകത്തോട് സ്റ്റേറ്റ്മെൻറ്റുകളായി പറയാം, ഇത് നിനക്കിന്ന ദോഷം വരുമെന്ന് മാത്രം. നീ ചെയ്യുന്നത് നിനക്കാണ് ദോഷം വരുന്നതെന്ന് ലോകത്തെ പഠിപ്പിക്കുകയല്ലാതെ ലോകത്തോട് എതിർത്ത് മാറ്റാനാവില്ല. അഹന്ത കൂടുകയുള്ളൂ. ഈ ശാസ്ത്ര സങ്കേതം ഭാരതത്തിൻ്റെതാണ്. അതാണ് ഭാരതം ഇതര ലോകങ്ങളിൽ നിന്ന് വേറിട്ട് നിന്നത്. അത് മുന്നോട്ട് ചെല്ലുമ്പോൾ മനസ്സിലാവും. അപ്പോ ത്രയീ എന്നാൽ രക്ഷിക്കുക, ത്രാണനം ചെയ്യുക. തനു ത്രായതേ ഇതി തന്ത്ര. തന്ത്രമെന്നാൽ
സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളെ രക്ഷിക്കുക. അതിൽ സ്ഥൂല ശരീരത്തെക്കാൾ സൂക്ഷ്മ ശരീരം വിപുലമാകൊണ്ട് സൂക്ഷ്മ ശരീര സംരക്ഷണം, പുരസ്ചരണാദികളൊക്കെ ആ ഉദ്ദേശത്തിലാണ് എന്ന് മുന്നോട്ട് ചെല്ലുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ട് നമുക്ക് അർത്ഥം പറഞ്ഞ് ആദ്യം പോകാം. തന്ത്ര എന്നാൽ വിശദമാക്കുക, തന്ത്ര എന്നാൽ മനസ്സിലാക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഈശാന ഗുരുദേവ പദ്ധതി പ്രകാരം തന്ത്രമെന്നാൽ ശൈവ സമ്പ്രദായമാണ്. അതിന് 6 വിഭാഗങ്ങളുണ്ട്. അത് അത്രയും തൽക്കാലം മനസ്സിലാക്കിയാൽ മതി. 6 വിഭാഗവും പേര് പറയാം. അത് കാശ്മീരി തന്ത്രാഗമമാണ്. പുറകെ നമുക്ക് പഠിക്കാനായിട്ട് ഡീറ്റെയിൽഡായിട്ട് നേരം കിട്ടിയാൽ നോക്കാം, അല്ലെങ്കിൽ മറ്റൊരവസരത്തിൽ. പശു, പാശം, പതി, ശക്തി, വിചാരം, ക്രിയാചാരം. അറിഞ്ഞായോ? പശു, പാശം, പതി, ശക്തി, വിചാരം, ക്രിയാചാരം. ഇവയാണ് 6. തന്ത്രാഗമങ്ങളെ പല വിധത്തിൽ തിരിച്ചിട്ടുണ്ട്. കാശ്മീരി തന്ത്രമെന്ന് പറയാൻ കാരണം അതിൻ്റെ ഉറവിടം കാശ്മീരാണ്. കല്ലടൻ മുതലായ ഒട്ടേറെ ആചാര്യന്മാരവിടെ ഉണ്ടായിട്ടുണ്ട്. അവരുടെ പേര് ചേർത്താണ് കാശ്മീരി തന്ത്രങ്ങളെ അറിയുന്നത്. ക്രിസ്തുവിന് മുമ്പാണ് ശങ്കരൻ എന്ന മതമനുസരിച്ച് ഈ തന്ത്രങ്ങൾ ക്രിസ്തുവിന് മുമ്പാണ്. തന്ത്രാഗമങ്ങളുടെ ചരിത്രം തേടി വന്ന ക്രിസ്തീയ വിശ്വാസ പ്രമാണങ്ങൾ തന്ത്രത്തിൽ അധിഷ്ഠിതമാണ്. പഞ്ചമകാരങ്ങളോടുകൂടി തന്നെ. അതുകൊണ്ട് കാശ്മീരി തന്ത്രത്തിന് ക്രൈസ്തവ സമ്പ്രദായവുമായി അഭേദ്യ ബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ ആഗമനവും അവസാനവും ചേർത്ത്. ഇത് വലിയൊരു ചരിത്രമാണ്. ക്രിസ്തു തൻ്റെ വാഗ്ദത്ത ഭൂമിയായ കാശ്മീരിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുവെന്ന് കേട്ടിട്ടുണ്ടാവും. Am I right? കേട്ടിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ കഥകൾ വേറെയുണ്ട്. ഇത് കാശ്മീരിലാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യജീവിതം. തന്ത്രാഗമങ്ങളോട് ബന്ധപ്പെട്ട പഠനങ്ങളിലാണ് ശ്രദ്ധേയമാകുന്നത്. കാശ്മീരി തന്ത്രം വളരെ വിപുലമാണ്. ശിവസ്പന്ദം, ശിവസൂത്രം, പ്രത്യഭിജ്ഞാദർശനം, ഇവയൊക്കെ അവിടെയാണ്. നമുക്ക് സമയമുണ്ടെങ്കിൽ പുറകെ കാണാം. കാരണം എത്രത്തോളം പറഞ്ഞു തീരുമെന്ന് എനിക്കറിയില്ല. തന്ത്രത്തിന് പലവിധ ഭാവങ്ങളുണ്ട്. അവ വൈഷ്ണവതന്ത്രം, ശൈവതന്ത്രം, ശാക്തേയതന്ത്രം എന്നിങ്ങനെയുണ്ട്. സംഹിത, ആഗമം, തന്ത്രമെന്ന് ഇവയെ യഥാക്രമം വിളിക്കുകയും ചെയ്യാം. വൈഷ്ണവതന്ത്രങ്ങളെ സംഹിതകളെന്ന് പറയാറുണ്ട്. ശൈവതന്ത്രങ്ങളെയാണ് ആഗമങ്ങളെന്ന് വിളിക്കാറുള്ളത്.
ശാക്തേയത്തെ തന്ത്രമെന്ന് തന്നെയാണ് വിളിക്കാറുള്ളത്. തന്ത്രങ്ങളെ ആഗമമെന്നും നിഗമമെന്നും വിളിക്കാറുണ്ട്. ആഗമം ശിവൻ ഗുരുവും പാർവതി ശിഷ്യയുമായി ഉണ്ടായിട്ടുള്ള തന്ത്രമാണ്. ശിവപാർവതിമാരുടെ നിലയിൽ ശിവപാർവതി സംവാദം ആഗമവും, പാർവതി ശിവന് പറഞ്ഞു കൊടുക്കുന്നത് നിഗമവുമാവും.